ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ പോലും പെട്ടെന്ന് ചിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അവർ ശരിക്കും വളരെയധികം വിഷാദത്തിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് ഒപ്പം മനഃശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുള്ള സ്ത്രീകൾ കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘായുസോടെയും ജീവിക്കുന്നുവെന്നാണ്. കൂടാതെ ഒരു വ്യക്തി ചെരുപ്പിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാൽവിരൽ ഉറപ്പിക്കുന്നുവെങ്കിൽ അവർ എന്തോ ആലോചിച്ച് ടെൻഷനിലാണ് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള 10 അതിശയിപ്പിക്കുന്ന രസകരമായ സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫാക്ട് നമ്പർ 10. നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തും മുൻപ് തന്നെ അവിടെ എത്തുന്ന നിങ്ങളുടെ ഒരു സാധനം എന്താണെന്ന് അറിയുമോ? അത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ, അതായത് ആളുകൾ നിങ്ങൾക്ക് കൽപ്പിക്കുന്ന വിലയാണ്. നിങ്ങളൊരു മുറിയിൽ കയറുമ്പോൾ അവിടെയുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ആണ്. അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ഥാനം അനുസരിച്ചാണ് അവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം. അതുകൊണ്ട് നിങ്ങളൊരു സ്ഥലത്ത് എത്തിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അവിടെ മുൻപേ തന്നെ എത്തും. ഫാക്ട് നമ്പർ 9. സ്റ്റോക്ക്ഹോം സിൻഡ്രോം. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു വിചിത്രമായ മാനസികാവസ്ഥയാണ്. ഇതൊരു വ്യക്തി അവരെ തടങ്കലിലാക്കി ഉപദ്രവിക്കുന്ന വ്യക്തിയെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന അവസ്ഥയാണ്. എന്നിട്ട് ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളെ രക്ഷിക്കാൻ വരെ ഈ വ്യക്തി ശ്രമിക്കും. ഈ വ്യക്തി തന്നെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്തിട്ടും അവർ ചെയ്യുന്നത് ശരിയാണ്, തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന തെറ്റിദ്ധാരണ അവർക്കുണ്ടാകുന്നു. ഫാക്ട് നമ്പർ 8. നിങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാകാത്ത ഒരു കാര്യം പറയുന്നു. എന്നിട്ട് അവരോട് മറുത്തൊരക്ഷരം പറയാതെ കേട്ടുകൊണ്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാകും. കാരണം മനഃശാസ്ത്രപരമായ പഠനങ്ങളിൽ കണ്ടെത്തിയത് 80% ആളുകളും ഇത്തരം സന്ദർഭങ്ങളിൽ മിണ്ടാതെ ശാന്തരായി ഇരിക്കുന്നത് ഒരു തർക്കമല്ലെങ്കിൽ വഴക്കുണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഫാക്ട് നമ്പർ 7. മഞ്ഞുകാലത്ത് ആരും തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാനൊന്നും മടിക്കും. പക്ഷെ ഇങ്ങനെ കുളിച്ചത് കൊണ്ട് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയുള്ളൂ. കാരണം തണുത്ത വെള്ളം നമ്മുടെ മേൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് തോന്നും. ഈ ഷോക്ക് നമ്മുടെ ശരീരത്തിൽ ലൂക്കോസൈറ്റ്സ് ഉണ്ടാക്കും. അവയെ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേതരക്താണുക്കൾ എന്നും പറയുന്നു. ഇവ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്ന് നിങ്ങൾ ബയോളജിയിൽ പഠിച്ചു കാണും. അത് രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി തരുന്നു. അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഒരു ശീലമാക്കുക. ഫാക്ട് നമ്പർ 6. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് നമുക്ക് തോന്നുന്ന വികാരങ്ങൾ എത്ര തീവ്രമാണോ അവ പ്രകടിപ്പിക്കുന്നത് അത്ര തന്നെ പ്രയാസമായിരിക്കും. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ തന്നെ നമുക്ക് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നും. നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നത് എന്ന്. ഒരുപക്ഷെ അത് ഭാവിയെ പറ്റി ഓർത്തുള്ള ആശങ്കയാകും. അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി വിഷമിക്കുന്നതാവാം. ഇത്തരം വികാരങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കുക എന്നത് വളരെ പാടാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ പുതുതായി ചെയ്യുന്ന സൈക്കോളജി ഓഫ് സക്സസ് എന്ന കോഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ വിവേകത്തോടെ നേരിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറാമെന്നും ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് കോഴ്സിലേക്കുള്ള ആക്സസ് ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും. ഫാക്ട് നമ്പർ 5. നമ്മളെ കാത്തു നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മളെ കാണാൻ വരുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഒരാൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ചു സമയം മാറ്റിവെച്ച് കാണാൻ വരുന്നുവെങ്കിൽ അതിനർത്ഥം അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നല്ല. അതിനർത്ഥം അവർക്ക് ആ സമയം മറ്റ് ഏതൊരു വ്യക്തിയെക്കാളും ജോലിയെക്കാളും പ്രധാനം നിങ്ങളെ കാണുക എന്നതാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ കണ്ടിൽ നിന്ന് അടിക്കരുത്. ഫാക്ട് നമ്പർ 4. നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആളുകളെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ മിക്കവരും ഗൗരവം ഭാവിച്ചിരിക്കും. പക്ഷെ ഇത്തരത്തിൽ ദേഷ്യമുള്ള ആളുകളെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെ പോകണമെന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. കാരണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മുടെ ശത്രുക്കൾക്ക് വിഷമം തോന്നുന്നത്. ഫാക്ട് നമ്പർ 3. നിങ്ങൾ എപ്പോഴും ഗെയിം കളിക്കുന്ന ഗെയിമുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഫാക്ട് നിങ്ങൾക്കുള്ളതാണ്. മനഃശാസ്ത്രജ്ഞർ സ്വപ്നങ്ങളെ പറ്റി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് വീഡിയോ ഗെയിംസ് കളിക്കുന്ന ആളുകൾക്ക് സാധാരണ വ്യക്തികളെ അപേക്ഷിച്ച് കൂടുതൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെന്നാണ്. അവർക്ക് ഉറങ്ങുമ്പോഴും നല്ല രസകരമായ ഫാന്റസി നിറഞ്ഞ ലോകം സ്വപ്നം കാണാൻ കഴിയും. നിങ്ങളും ഗെയിം കളിക്കുന്ന ശീലമുള്ള ഇത്തരം സ്വപ്നങ്ങൾ കാണുന്ന ആളാണെങ്കിൽ കമന്റ് ചെയ്ത് നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക. ഫാക്ട് നമ്പർ 2. പലപ്പോഴും ഒരാളുടെ സഹാനുഭൂതിയല്ല പരിഗണന കിട്ടാൻ വേണ്ടി നമ്മുടെ കുറവുകളും ചില വ്യക്തിപരമായ രഹസ്യങ്ങളും മറ്റും അവരോട് തുറന്നു പറയും. പക്ഷേ ഇങ്ങനെ സ്വന്തം കുറവുകൾ തുറന്നു പറഞ്ഞാൽ അത് മുതലെടുക്കാനുള്ള അവസരം മുൻപിലുള്ള ആളുകൾക്ക് കിട്ടുമെന്നതാണ് സത്യം. അതിലും വലിയ കാര്യം ആ ഒരു ദുർബല നിമിഷത്തിൽ വികാരഭരിതരായി നാം എല്ലാം തുറന്നു പറയും. പക്ഷെ കുറച്ചു കഴിഞ്ഞ് സാഹചര്യം മാറുമ്പോൾ ഇതൊന്നും പറയണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫാക്ട് നമ്പർ 1. മിക്ക ആൺകുട്ടികളും അവരുടെ ലവറിനെ പറ്റി ആശങ്കയുള്ളവരല്ല എന്ന രീതിയിലാണ് പുറമെ കാണിക്കുന്നത്. പക്ഷെ സൈക്കോളജി പറയുന്നത് അത് വെറും പുറംപൂശ് മാത്രമാണ് എന്നാണ്. പുറമേ നിന്ന് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠയും ഇല്ല എന്ന് കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് സ്വന്തം കാര്യത്തെക്കാളും പ്രാധാന്യം സ്നേഹിക്കുന്നവരുടെ കാര്യമാകും.
വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ സാധിക്കാറില്ല. സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് അടിച്ചു പൊടിക്കുക. വീഡിയോസ് നമ്മൾ ഇനി വീണ്ടും വരുന്നത്. ബൈ.